IVF ട്രീറ്റ്മെൻറ്റിന് മുമ്പ് എന്തൊക്കെ ഫുഡ് കഴിക്കണം, ട്രീറ്റ്മെൻറ്റ് സമയത്തുള്ള ഡയറ്റ് പ്ലാൻ എങ്ങനെയായിരിക്കണം, ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് കഴിക്കേണ്ടത്, ഈ ടോപ്പിക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എത്രയൊക്കെ വീഡിയോ ചെയ്താലും പിന്നെയും ഒരുപാട് ഡൗട്ട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെസിഫിക്കലി IVF ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള സമയത്തും എന്തൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ക്ലിയർ ആയ ഗൈഡ് ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഈസി ആയിരിക്കും, പക്ഷേ ഒരുപാട് എഫക്റ്റീവും ആയിരിക്കും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫുഡാണ് മെഡിസിൻ എന്നുള്ള കാര്യം. മെഡിസിൻസിന് കൃത്യ അളവും കൃത്യ ഇൻഡിക്കേഷൻസും ഉള്ളതുപോലെ തന്നെ ഡയറ്റിനും കൃത്യ ഇൻഡിക്കേഷൻ ഉണ്ട്. ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ മെഡിസിൻ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മെഡിസിൻ്റെ കൂടെ ഡയറ്റും കറക്റ്റ് ആക്കിയാൽ ഒരുപാട് അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിലൊന്നാണ് ഇൻഫെർട്ടിലിറ്റിയും. IVFൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള ടൈമിലും നിങ്ങൾ റൂൾ ഓഫ് 5 ആണ് ഫോളോ ചെയ്യേണ്ടത്. എന്താണ് ഈ റൂൾ ഓഫ് 5? റൂൾ ഓഫ് 5ൽ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത്, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് 5 മീൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെ പിന്നീട് ഒറ്റയടിക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് ചേഞ്ചസ് ആണ് സമൂഹത്തിൽ വ്യാപിക്കുന്നത്. ചിലവർക്ക് ഓഫ് കോഴ്സ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എഫക്റ്റീവ് ആണ്. പക്ഷേ സ്റ്റഡീസിൽ ഇത് പ്രൂവൺ ആണ്. IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ അത് നിങ്ങളുടെ ഹോർമോണൽ ആക്സസിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങൾ ഇപ്പോൾ IVF സൈക്കിൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മീൽസ് ആയിട്ട് നിങ്ങളുടെ ഫുഡിനെ ഡിവൈഡ് ചെയ്യുക. അതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക്, ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ വൈകിട്ട് ഒരു സ്നാക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ, ഹെൽത്ത്, ഡൈജഷൻ ഒക്കെ ബെറ്റർ ആകും. രാത്രിയിൽ ഡിന്നർ, പിന്നെ ബെഡ് ടൈമിൽ ഒരു സ്നാക്കും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 5 ടൈമിൽ നിങ്ങളുടെ ഫുഡിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. IVF സൈക്കിളിൻ്റെ ടൈമിൽ പ്രൊജസ്ട്രോൺ നമ്മൾ മെഡിസിൻ ആയിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് സിസ്റ്റം ഒരുപാട് കൂടുതലായിരിക്കും. ഡൈജഷൻ പ്രോസസ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഫുഡ് കൂടുതൽ ടൈമിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടുതൽ ഫുഡ് ഒരു നേരം കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് ഗ്യാസ്, വോമിറ്റിംഗ്, നോസിയ, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനലിൽ ഒരുപാട് ഫുൾനെസ് അല്ലെങ്കിൽ പ്രഷർ തോന്നിക്കും, ബ്ലോട്ടിംഗ്, വയറുവേദന, ബർപ്പിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ബ്ലോട്ടിംഗ്, ഫുൾനെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിനെ 5 മീൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഒരു മെഡിസിൻ പോലും ഇല്ലാതെ നിങ്ങളുടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് മാറ്റാനും ഒരു പ്രോപ്പർ ഡൈജഷൻ, പ്രോപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ റൂൾ ഓഫ് 5 ആണ് 5 സെർവിങ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി. ഈ ഒരു റെക്കമെൻഡേഷൻ ആക്ച്വലി IVFന് മാത്രമല്ല, അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ സ്റ്റഡീസ് അനുസരിച്ച് ഓരോ അഡൽസിനും ഒരു ദിവസം 5 സെർവിങ് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കണം. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ച മുഴുവൻ കണക്ക് കൂട്ടിയാലും 5 സെർവിങ്സ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചില സമയത്തൊന്നും എടുക്കാറില്ല. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും അകത്ത് ഫൈബർ നിറയുമുണ്ട്. ഈ ഫൈബറിൽ സോലുബിളും ഇൻസോലുബിളും രണ്ടും ഫൈബർ ഉണ്ട്. ഈ ഫൈബർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മൈക്രോബയോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയയ്ക്ക് ഫുഡാണ്. എന്ന് പറഞ്ഞാൽ ഇത് പ്രീബയോട്ടിക്കുമാണ്. കൂടെ തന്നെ പ്രോബയോട്ടിക്കിൻ്റെയും വർക്ക് ചെയ്യും. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് മോഷൻ എന്നും പോകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കൂടെ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ആക്സസ്, നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ ഡൈജഷൻ എല്ലാത്തിൻ്റെയും മേളിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. സീസൺ അനുസരിച്ച് എന്ത് ഫ്രൂട്ട്സ് വേണേലും ഡെയിലി നിങ്ങൾക്ക് കഴിക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഫ്രൂട്ട് ആണെങ്കിൽ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ സാലഡ് ആയിട്ട് നിങ്ങൾക്ക് സീസണൽ വെജിറ്റബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. സാലഡിൽ ആണെങ്കിലും വൃത്തിയായിട്ട് കഴുകിയ വെജിറ്റബിൾസ് വേണം യൂസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ റൂൾ ഓഫ് 5 ആണ് നിങ്ങളുടെ ഫുഡിൽ 5 കാര്യം ഉൾപ്പെടണം എന്നുള്ളത്. എന്താണ് 5 കാര്യം? ഡെഫിനറ്റ്ലി ചപ്പാത്തിയോ ചോറോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തും ഒരു മെയിൻ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഉൾപ്പെടുത്താം. പിന്നെ അതിൻ്റെ കൂടെ എന്തേലും ഒരു പരിപ്പ് ഉൾപ്പെടുത്തണം. അത് അത്യാവശ്യമാണ്. പരിപ്പ് ഒരു തരത്തിലെ മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങൾ ഓരോ തരത്തിലെ പരിപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
കാരണം ഓരോ പരിപ്പിൻ്റെയും അമിനോ ആസിഡ് പ്രൊഫൈൽ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്ത് കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്തേലും സീസണൽ ഗ്രീൻ വെജിറ്റബിൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ വെജിറ്റബിൾസിൽ നിറച്ചും ഫോളിക് ആസിഡ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഡയറ്റിൽ നിന്നും ഫോളിക് ആസിഡ് കിട്ടിയാൽ അത് നാച്ചുറലി ഒരു ബയോ അവൈലബിൾ ആയിരിക്കും, ഒരുപാട് എഫക്റ്റീവും ആയിരിക്കും. ഗ്രീൻ വെജിറ്റബിൾസിൽ ഫൈബറും ഉണ്ട്, അത് നമുക്ക് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചമ്മന്തി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ചമ്മന്തി പലതരത്തിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ചമ്മന്തി മല്ലിയില യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്, പുതിനയില യൂസ് ചെയ്യാം, ഫ്ലാക്സ് സീഡ്സ് വെച്ചുണ്ടാക്കാം, നിലക്കടല വെച്ചുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലും നമുക്ക് പല വെറൈറ്റീസിലും ചമ്മന്തി ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചമ്മന്തികളെല്ലാം നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യും. വെജിറ്റേറിയൻസിൽ ഫിഷ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ അവരുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. ഫ്ലാക്സ് സീഡ്സ്, എള്ള് ഒക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ധൈര്യമായിട്ട് ഉൾപ്പെടുത്താം. ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് സെൽ മെംബ്രെയിന്റെ സ്റ്റെബിലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ എഗ്ഗിന്റെ ക്വാളിറ്റിക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വൈറ്റമിൻ ഇയും ഉണ്ട്, അതും എഗ്ഗിന്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ പരിപ്പ്, ചോറോ ചപ്പാത്തിയോ എന്തേലും ഒന്ന്, വെജിറ്റബിൾ കറി, ചമ്മന്തി, കൂടെ തന്നെ അച്ചാറോ പപ്പടമോ യൂസ് ചെയ്യാവുന്നതാണ്. അച്ചാർ എന്താണ് ഉൾപ്പെടുത്താൻ പറഞ്ഞേ എന്ന് വെച്ചാൽ ഇതിൽ സോഡിയം ഉണ്ട്. കൂടെ തന്നെ ഫെർമെന്റേഷൻ പ്രോസസ് കാരണം ഇതിൽ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ബാക്ടീരിയ കൂടുതലാണ്. അത് മാത്രമല്ല IVF ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്ക് ചിലപ്പോൾ ഗ്യാസ്, വോമിറ്റിംഗ്, നോസിയ, ഒന്നും കഴിക്കാൻ തോന്നാത്ത പ്രശ്നം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടി ഈ അച്ചാർ നമുക്ക് തരും. പക്ഷേ എപ്പോഴും കുറവ് എമൗണ്ടിൽ മാത്രം അച്ചാർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്, മൈദ പോലത്തെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. 2 തൊട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും നിങ്ങൾ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. IVF ട്രീറ്റ്മെന്റ് സമയത്തുള്ള കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ്, ഈ എല്ലാ പ്രോബ്ലംസിൽ നിന്നും ഈ റൂൾ ഓഫ് 5 നിങ്ങളെ രക്ഷിച്ചു നിർത്തും. പുറത്തെ ഓയിലി ഫുഡ്, ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിപ്സ് ഒക്കെ, ഫാസ്റ്റ് ഫുഡ്, ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഫുഡ്, ടിൻ ഫുഡ്, പാക്കേജ് ഫുഡ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ആക്സസിന് മാത്രമല്ല പ്രോബ്ലം ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളുടെ മുഴുവൻ ബോഡിയുടെ സിസ്റ്റം ഇത് കാരണം തകരാറിലാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾ എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കാതെ ചെറുകെ നടക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.